ജോലിക്കായി വിദേശ രാജ്യമായ അസർബൈജാനിലെത്തി കെട്ടിടത്തിന് മുകളിൽ നിന്നും വീണ യുവാവിനെ ചികിത്സയ്ക്കായി നാട്ടിലെത്തിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണ് ബന്ധുക്കൾ. വീടിനും വീട്ടുകാർക്കും താങ്ങാകാൻ വിദേശത്ത് ജോലിക്ക് പോയ ഇടുക്കി തങ്കമണി നീലിവയൽ സ്വദേശി അബിൻ ടോമിയാണ് അപകടത്തിൽപ്പെട്ട് കിടപ്പിലായത്. 11 മാസം മുൻപാണ് നീലിവയൽ സ്വദേശി വെട്ടിയാങ്കൽ ടോമിയുടെ മകൻ അവിൻ ജോലിക്കായി അസർബൈജാനിലേക്ക് പോയത്. അവിടുത്തെ ഹോട്ടലിൽ ഷെഫായിരുന്നു. താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ 4ാം നിലയിൽ നിന്നും ചൊവ്വാഴ്ച രാത്രി താഴെ വീണു. ഗുരുതരമായി പരിക്കേറ്റ് അത്യാസന്ന നിലയിൽ ഗബാല ഹോസ്പിറ്റലിൽ ചികിത്സയിലാണിപ്പോൾ. ചികിത്സകൾക്കായി ഇതിനോടകം ലക്ഷങ്ങൾ ചെലവായി. തണുപ്പ് കാലാവസ്ഥയായതിനാൽ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ചികിത്സിച്ചിരുന്ന ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് എയർപോർട്ടിൽ എത്തിച്ചു. ഡോക്ടറില്ലാതെ വിമാനത്തിൽ അയക്കാനാകില്ലെന്ന് അധികൃതർ അറിയിച്ചു. ഡോക്ടറെയും കൂടെ വരാൻ സഹായിയെയും തയ്യാറാക്കിയപ്പോഴേക്കും ടിക്കറ്റ് റദ്ദായി. നിലവിൽ എയർപോർട്ട് ക്ലിനിക്കിൽ ലക്ഷങ്ങളാണ് ചികിത്സയ്ക്കായി ചെലവാകുന്നത്. പണമില്ലാത്തതിനാൽ ശസ്ത്രക്രിയ പോലും മാറ്റിവെച്ചു. നാട്ടിലെത്തിച്ച് ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള തുടർ ചികിത്സയ്ക്കും വിമാന ടിക്കറ്റിനും മറ്റും വേണ്ട പണം കണ്ടെത്താൻ വഴിയില്ലാതെ വിഷമിക്കുകയാണ് കുടുംബം. 8.5 ലക്ഷം രൂപ ആദ്യം അടച്ചായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം മിനിഞ്ഞാന്നായപ്പോഴത്തേന് 4.5 ലക്ഷം രൂപ കൂടെ അടച്ചാലും ആശുപത്രിയിൽ ഡിസ്ചാർജ് ചെയ്യുള്ളൂ. അങ്ങോട്ടും അല്ലെങ്കിൽ ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ കിടക്കുകയാണ്. ഇപ്പം പെട്ടെന്ന് കൊണ്ടുവന്ന് ഓപ്പറേഷൻ ചെയ്യുകയും ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പം മൊത്തത്തിൽ ആ അരക്കൂടിൻ്റെ അവിടെ എല്ലാം നീര് കയറി മൊത്തത്തിൽ അങ്ങനെ കാലും എല്ലാം കീറിയേക്കുന്നതുകൊണ്ട് എല്ലാം മൊത്തത്തിൽ നീരുമായി ഇങ്ങനെ കിടക്കുക. കൊച്ചിനെ കൊണ്ടുവന്ന് ഇവിടെ ഓപ്പറേഷൻ ചെയ്യണം എത്രയും വേഗം. അതിനുള്ള മാർഗമില്ല. അതിനെല്ലാവരോടും കൂടി സഹായിച്ചാൽ സാധിക്കും. പിന്നെ 6 മാസം കിടന്നു കഴിഞ്ഞാലോ കൊച്ച് ഇക്കൊള്ളെന്നാണ് പറഞ്ഞത്. അബിന്റെ പിതാവ് ടോമി ഓട്ടോറിക്ഷ ഓടിച്ചു കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് കുടുംബം കഴിയുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.